ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ബോളിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോളി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം. 1/4 കപ്പ് വെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കുക. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സമയം കൊണ്ട് പൊട്ടുകടല വേവിച്ചെടുക്കണം. ഒരു 6 മണിക്കൂർ കുതിർത്ത ശേഷമാണ് നമ്മൾ കടല വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. 1 കപ്പ് കടലുണ്ട് കേട്ടോ അതിന്. അപ്പോൾ 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ഊറ്റിയ ശേഷം ഒന്ന് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് ചൂടാക്കിയ ശേഷം നമുക്ക് നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ നന്നായിട്ട് ചെറിയ തീയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു മാവ് ഞാനൊരു 7 ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മൈദ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഓരോരോ ബോളുകളായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ആദ്യത്തെ ബോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തവണ അങ്ങനെ കോട്ട് ചെയ്ത ശേഷം അപ്പോൾ തന്നെ പരത്തിയെടുക്കണം. അല്ലാതെ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അരിപ്പൊടിയിൽ ഇട്ടിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അരിപ്പൊടി ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് പതുക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ കയ്യിൽ വെച്ചാൽ തന്നെ ഇങ്ങനെ പെട്ടെന്ന് പോവും. നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം നമുക്കിത് കയ്യിലുണ്ട് പതുക്കെ കോരിയെടുത്തിട്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഒന്നങ്ങ് ആവണ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ കൂടെ തൂവി കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടത് കുക്കാവാൻ വേണ്ടിയിട്ട്. പുറത്തുള്ള കവറിങ് ചെയ്തുള്ള മൈദമാവ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരു ബ്രൗൺ ഷെയ്ഡ് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് പാൽപ്പായസത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.